സിയോൺ ക്ലാസിക്സ് TV ന്യൂസ് ടൈം. നമസ്കാരം. സിയോൺ ക്ലാസിക്സ് TVയിലേക്ക് സ്വാഗതം. വിശുദ്ധ നാട്ടിലെ വിശ്വാസികൾക്ക് ഫ്രാൻസിസ് പാപ്പയുടെ കത്ത്. വത്തിക്കാൻ സിറ്റി. യുദ്ധത്തിന്റെ ഭീകരതയെ തുടർന്ന് ഏറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വിശുദ്ധ നാട്ടിലെ വിശ്വാസികൾക്ക് ഫ്രാൻസിസ് പാപ്പയുടെ കത്ത്. ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിൽ ഏറെ ദുരിതമനുഭവിക്കുന്ന വിശുദ്ധ നാട്ടിലെ വിശ്വാസികൾക്ക് പിതാവിനടുത്ത വാത്സല്യത്തോടെ അയച്ച കത്തിൽ തൻ്റെ പ്രാർത്ഥനയും സാമീപ്യവും ഐക്യദാർഢ്യവും പാപ്പ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. യേശുവിൻ്റെ പീഡാനുഭവവും മരണവും ഉത്ഥാനവും ധ്യാനിക്കുന്ന ഈ ദിവസങ്ങളിൽ നിങ്ങളെ ഓരോരുത്തരെയും എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് പാപ്പ തൻ്റെ സന്ദേശം ആരംഭിക്കുന്നത്. വിശുദ്ധ നാടിന് യേശുവിൻ്റെ ജീവിതവുമായുള്ള ബന്ധവും ഇന്ന് ആ ജനത അനുഭവിക്കുന്ന ക്രൂരതകളും പാപ്പ സന്ദേശത്തിൽ അടിവരയിട്ടു. ഈ പെസഹ രഹസ്യങ്ങളിൽ പ്രാധാന്യമർഹിക്കുന്ന ജനതയെന്ന നിലയിലും ജീവിക്കുവാനുള്ള ഭൂമി നിഷേധിക്കപ്പെടുന്നത് ഏറെ വിഷമകരമാണ്. എന്നാൽ ആ സാഹചര്യത്തിലും വിശ്വാസികൾ നൽകുന്ന വിശ്വാസ സാക്ഷ്യത്തിനും പ്രത്യാശയ്ക്കും താൻ നന്ദി പറയുന്നു. ഒരപ്പൻ എന്ന നിലയിൽ മക്കളുടെ വേദനകൾ താൻ അറിയുന്നു. തൻ്റെ വാത്സല്യം ഒരിക്കലും കുറയുകയില്ല. കർത്താവായ യേശു നല്ല സമരക്കാരനെ പോലെ നിങ്ങളുടെ സമീപത്ത് വരട്ടെയെന്നും ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും മുറിവുകളിൽ ആശ്വാസത്തിൻ്റെ എണ്ണയും പ്രത്യാശയുടെ വീഞ്ഞും ഒഴിച്ചുകൊണ്ട് നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ എന്നും പാപ്പ ആശംസിച്ചു. 10 വർഷങ്ങൾക്ക് മുൻപ് വിശുദ്ധ നാട്ടിലേക്ക് താൻ നടത്തിയ തീർത്ഥാടനവും പാപ്പ സന്ദേശത്തിൽ അനുസ്മരിക്കുന്നുണ്ട്. സമാധാനത്തിലേക്കുള്ള നിർണായകമായ നടപടികളൊന്നും സ്വീകരിക്കാതെ മനുഷ്യരാശിയുടെ മൂല്യങ്ങളെ വെല്ലുവിളിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുന്നത് ഗുരുതരമായതും നിരന്തരവുമായ ഒരു അപകടം സൃഷ്ടിക്കുമെന്നും പാപ്പ പറഞ്ഞു. എന്നാൽ ഉത്തിതനായ ക്രിസ്തു നമ്മെ ശക്തിപ്പെടുത്തും. നിങ്ങൾ ആരും തനിച്ചല്ല, എല്ലാവരുടെയും സമാധാനത്തിനായി താൻ പ്രാർത്ഥിക്കുന്നുവെന്നും പാപ്പ ഉറപ്പു നൽകി. കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.